ഹലോ ഓൺലൈനപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിന്റെ 8ാമത്തെ ചാപ്റ്ററാണ്, ജോയിനിങ് പാർട്സ്, ഭാഗങ്ങൾ ചേരുമ്പോൾ. ഫസ്റ്റ് ടോപ്പിക്, പാർട്സ് ഓഫ് എ സർക്കിൾ, വട്ടകഷ്ണങ്ങൾ. യു ഹാവ് സീൻ ദാറ്റ് എ സർക്കിൾ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു വേരിയസ് ഈക്വൽ പാർട്സ് ബൈ യൂസിങ് എ സെറ്റ് സ്ക്വയർ. ഒരു വട്ടത്തിനെ മട്ടം ഉപയോഗിച്ച് പല കഷ്ണങ്ങളാക്കി മാറ്റാമെന്ന് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചതല്ലേ. Leela teacher came to the class with 4 boxes containing 1/4s, 1/8s, 1/6 and 1/12 of different circle of same size. She divided the class into 4 groups and gave one box to each group. The task to each group is to make half circle with their pieces. ഇങ്ങനെ പല വലിപ്പത്തിലുള്ള വട്ടകഷ്ണങ്ങളുമായിട്ട് ലീല ടീച്ചർ ക്ലാസ്സിൽ വന്നു. കുട്ടികളെ 4 സംഘങ്ങളാക്കി ഓരോ സംഘത്തിനും ഓരോ പെട്ടി വീതം കൊടുത്തു. ഓരോ സംഘവും അവർക്ക് കിട്ടിയ വട്ടകഷ്ണങ്ങൾ ഉപയോഗിച്ച് പകുതി വട്ടം ഉണ്ടാക്കണം. ഇതുപോലെ വട്ടകഷ്ണങ്ങൾ നിങ്ങൾക്കും ഉണ്ടാക്കാമല്ലോ. ഏതെല്ലാം തരത്തിൽ വട്ടത്തിന്റെ 1/4 ഭാഗം ഉണ്ടാക്കാം? 1/3 ആയാലോ? ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ, അംശവും ഛേദവും. Each one of 2 equal part is called a half and is written as 1/2. 2 part from 4 equal part joined together is also half. That is 2 of 4 and 1 of 2 are both half. 1/2 equal to 2/4. രണ്ട് സമഭാഗങ്ങളാക്കിയതിൽ ഒന്നിനെ പകുതി എന്നാണ് പറയുന്നത്. 2/1 എന്നും എഴുതാം. 4 സമഭാഗങ്ങളാക്കുന്നതിൽ 2 എടുത്ത് ചേർത്ത് വെച്ചാൽ പകുതി തന്നെ. അതായത് 4-ൽ 2. 2-1 4-2 സെയിം ആണ്. 6 സമഭാഗങ്ങളാക്കിയതിൽ 3 എടുത്താലോ? 1/2 ഈക്വൽ ടു 2/4 ഈക്വൽ ടു 3/6. ഇത് എത്ര വേണമെങ്കിലും തുടരാം. We can say it different way in the fraction 15/100. The number 100 denotes the total number of parts and the number 50 denote the number of parts taken. 100-ൽ 50 എന്ന ഭിന്നസംഖ്യയിൽ ചുവടിലെ 100 എന്ന സംഖ്യ ആകെ എത്ര ഭാഗങ്ങളായി മുറിച്ചു എന്നതിനെയാണ് കാണിക്കുന്നത്. മുകളിലെ സംഖ്യ 50 എത്ര ഭാഗങ്ങൾ എടുത്തു എന്നതിനെയും. The number 100 in 15/100 is called a denominator and 15 is called a numerator. 100-ൽ 50 എന്ന സംഖ്യയിൽ 100 എന്ന സംഖ്യയെ ഛേദം എന്നാണ് പറയുക, ഡിനോമിനേറ്റർ. ഭാഗത്തിന് അംശം എന്നാണ് പറയാറ്. 50 ഉള്ള ഭാഗം അംശവും. Thus in different forms of half like 1/2, 2/4, 3/4, 4/8 when the denominator changes as 2, 4, 8, 6 etc. ഇതിനകത്തെ ഛേദങ്ങൾ എങ്ങനെയാണ്? 2, 4, 6, 8 എന്നിങ്ങനെ മാറുമ്പോൾ അംശം ന്യൂമറേറ്റർ 1, 2, 3, 4 എന്നിങ്ങനെ മാറ്റണം. Now let's take 1/3. Look at this picture. ഇനി 3/1 കാര്യം നോക്കാം. 1/3 equal to 2/6. 1/3 is equal to 4/12. 1/3 is equal to 2/6 equal to 4/12 ആണെന്ന് വ്യക്തമല്ലേ? Now look at this picture. A ribbon is divided into 9 equal parts. How many parts would be take to get 1/3? Thus we see that 1/3 is equal to 3/9. Then 1/3 equal to 2/6 equal to 3/9 equal to 4/12. We can continue this also. For example, from a ribbon cut into 15 equal parts, how many parts should be take to make 1/3? ഒരു നാട 9 സമഭാഗങ്ങളായി മുറിച്ചിരിക്കുന്നു. ഇവയിൽ എത്ര എണ്ണം എടുത്താലാണ് നാടയുടെ 1/3 ഭാഗം കിട്ടുക, 1/3 ഭാഗം ലഭിക്കുക? അപ്പൊ 1/3 എന്നത് 3/9 ആണ് എന്ന് നമുക്കറിയാം. 1/3 equal to 2/6 is equal to 3/9 equal to 4/12. ഇത് എത്ര വേണമെങ്കിലും തുടരാം. ഒരു നാട 15 സമഭാഗങ്ങളായി എത്ര എണ്ണം എടുത്താൽ നാടയുടെ 1/3 കിട്ടുക? 1/3 equal to 3/50. Using the piece of circle used earlier, in what all ways can we make 2/3? നേരത്തെ മുറിച്ചെടുത്ത വട്ടകഷ്ണങ്ങൾ ചേർത്ത് വെച്ച് എങ്ങനെയെല്ലാം 2/3 ഉണ്ടാക്കാം? 2/3 is equal to 4/6. 2/3 is equal to 8/12.
If a ribbon is divided into 9 equal parts, how many parts would be we take it into 2/3? ഒരു നാട 9 സമഭാഗങ്ങളാക്കിയതിൽ എത്ര എണ്ണം എടുത്താൽ ഒരു നാടയുടെ 2/3 ഭാഗം കിട്ടും? 1/3 is equal to 3/9 ആണ് നമ്മൾ പഠിച്ചു അല്ലേ. 2/3 is equal to 6/9. Then what do we see from all of this? 2/3 is equal to 4/6 is equal to 6/9 is equal to 8/12. We can continue like this. In the different form of 2/3, what are the denominators? These all are the multiples of what numbers? The all are the multiples of number 3. And the numerators are multiples of 2. Can we take any multiple of 3 as a denominator? If the denominator is to be 24, what should be the numerator? The numerator becomes 16. Can we take any multiple of 2 as a numerator? രണ്ടിന്റെ ഏത് ഗുണിതവും അംശമായി എടുക്കാവോ? ഇല്ലല്ലേ. If the numerator is to be 24, what should be the denominator? അംശം 24 എന്നെടുത്താൽ ഛേദം എന്താവണം? The denominator become 32. One fraction, several forms. ഒരു ഭിന്നം പല രൂപം. We have seen that by changing the numerator and denominator, we can find a different form of fraction. How do we find such a form of 3/4? ഒരു ഭിന്നസംഖ്യയെ തന്നെ അംശവും ഛേദവും മാറ്റി മാറ്റി പല രൂപത്തിൽ എഴുതാമെന്ന് നാം കണ്ടു. 4/3 ഇത്തരം രൂപങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? Divide a long ribbon into 4 equal parts. 3 such pieces joined together to make it 3/4. What if the half each of these 4 pieces? 4 കഷ്ണങ്ങളെയും പകുതിയാക്കിയാലോ? നാട 8 സമഭാഗങ്ങളാക്കി അവയിൽ 6 എണ്ണം ചേർന്നതാണ് 3/4. 3/4 ഈക്വൽ ടു 6/8. 4 കഷ്ണങ്ങളെയും 2 സമഭാഗങ്ങൾ വീതമാക്കുന്നതിന് പകരം 3 സമഭാഗങ്ങൾ വീതമാക്കിയാലോ? 3/4 equal to 9/12. Then what if we divide each of the first 4 parts into 4 equal parts? 4 കഷ്ണങ്ങൾ ഓരോന്നും 4 സമഭാഗങ്ങളാക്കിയാലോ? Let's think without any pictures. The total number of pieces is 4 into 4 equal to 16. The number of part in 3/4 is 3 into 4 equal to 12. Thus 3/4 is equal to 12/16. That is, to get a number equal to 3/4, we note how many times 4 is the total number of parts and then take that many times 3. In other words, to get a different form of 3/4, we can take any multiple of 4 as a denominator and numerator should be same multiple of 3. ആകെ കഷ്ണങ്ങൾ 4 × 4 equal to 16 ആണ്. 3/4 ഭാഗത്തിലെ കഷ്ണങ്ങൾ 3 × 4 12. അപ്പോൾ 4/3 എന്ന് പറയുന്നത് 16/12 ആണ്. അതായത് ആകെ കഷ്ണങ്ങൾ 4ന്റെ എത്ര മടങ്ങാണോ അത്രയും മടങ്ങ് 3 എടുത്താൽ 4/3 തുല്യമായ സംഖ്യ കിട്ടും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 4/3 പല രൂപങ്ങൾ കിട്ടിയാൽ 4ന്റെ ഏത് ഗുണിതവും ഛേദവുമായി എടുക്കാം. 3ന്റെ അതേ ഗുണിതം തന്നെ അംശവുമായി എടുക്കാം. We get an example. Thus, then 4 × 25 is equal to 100 and 3 × 25 is equal to 75. 3/4 is equal to 75/100. Isn't true for all the fractions? For example, we take 2/5. എല്ലാ ഭിന്നങ്ങൾക്കും ശരിയല്ലേ? ഉദാഹരണമായി 5/2 നോക്കാം. 5/2 equal to 10/4. Then 5/2 is equal to 15/6. What is the general principle we see here? If we multiply the numerator and denominator for a fraction by same number, we get another form of this fraction. Let's look at the another thing. Consider the fraction 18/24. Its numerator and denominator are even numbers. That is, 2 is a factor of both. 24 is equal to 12 into 2 and 18 is equal to 9 into 2. So, from what we saw above, 18/24 is equal to 9/12. Do 9 and 12 have any common factor? We see that 12 is equal to 4 into 3 and 9 is equal to 3 into 3. So 9/12 is equal to 3/4 and 18/24 is equal to 3/4. Then if the numerator and denominator of a fraction have a common factor,
And if we divide and numerator and denominator by this number, we will get another form of this fraction. The above example, we first wrote 8 by 24 as 9 by 12, then reduced the numerator and denominator again to form 3 by 4. 3 by 4 is called the form of 8 by 24 is lowest terms. മുകളിൽ കണ്ട ഉദാഹരണത്തിൽ 24-18 ആദ്യം 12-9 എന്ന് എഴുതി. പിന്നീട് ഛേദവും അംശവും വീണ്ടും ചെറുതാക്കി 4-3 എന്ന് എഴുതി. ഛേദവും അംശവും ഇനിയും ചെറുതാക്കാൻ കഴിയുമോ? അതിനാൽ 4-3 24-12 ലഘുരൂപം ഇൻ ലോവസ്റ്റ് ടേംസ് എന്നാണ് പറയാറ്. ഒരു ഭിന്നസംഖ്യയുടെ ഛേദത്തിന്റെയും അംശത്തിന്റെയും പൊതുവായ ഘടകങ്ങളെല്ലാം ഹരിച്ചു മാറ്റിയാൽ കിട്ടുന്നതാണ് അതിന്റെ ലഘുരൂപം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. 3/5 ഈസ് ഈക്വൽ ടു 30 കൊടുത്തിട്ടുണ്ട്. 5 into 6 30. അപ്പം 6 into 3 ഈക്വൽ ടു 18. അപ്പം 18/30. 5/6 20 കൊടുത്തിട്ടുണ്ട് ന്യൂമറേറ്റർ. അപ്പൊ ഡിനോമിനേറ്റർ എങ്ങനെ വരും? 6 into 4 ഈക്വൽ ടു 24. ആൻഡ് 45 ഈക്വൽ ടു 3. 45/75 ഈക്വൽ ടു 3 കൊടുത്തിട്ടുണ്ട്. അപ്പൊ 75 ഈ 45/75 5 കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ 9/15 വരും. 9/15 പിന്നെ 3 കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് 3 into 3 9 ആൻഡ് 15 സ്ഥാനത്ത് 5 into 3 15. അപ്പൊ 3/5. 42/48 ഇവിടെ 8 കൊടുത്തിട്ടുണ്ട് ഡിനോമിനേറ്റർ. അപ്പൊ ന്യൂമറേറ്ററിൽ എങ്ങനെ വരും? 42/48 2 കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ 21/24 വരും. ദെൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 7/8 7 into 3 21 ആൻഡ് 8 into 3 24. അപ്പോൾ ആൻസർ 7/8. ലെറ്റ്സ് ജോയിൻ. ചേർത്ത് വയ്ക്കാം. 2 of 4 equal part of a circle joined together make a half circle. That is, quarter circle is joined with the quarter circle make half circle. That is, quarter and quarter make half. We can write 1/4 plus 1/4 equal to 1/2. What about the joining to the 2 of the pieces got on dividing a circle in 6 equal parts? Draw a circle and mark 6 equal part. Color one part. Color one more part. And then now 2/6 circle is colored and 2/6 is another from 1/3. Right. This is also we can write as a sum. 1/6 plus 1/6 plus equal to 2/6 equal to 1/3. ഒരു വട്ടത്തെ 4 സമഭാഗങ്ങളാക്കിയതിൽ 2 എണ്ണം ചേർത്ത് വെച്ചാൽ പകുതി വട്ടമായി. അതുപോലെ കാൽവട്ടത്തിനോട് കാൽവട്ടം ചേർത്ത് വെച്ചാൽ പകുതി വട്ടം, അഥവാ കാലും കാലും ചേർന്നാൽ അര. ഇതുപോലെ വട്ടത്തെ ഒരു 6 സമഭാഗങ്ങളാക്കിയെങ്കിൽ 2 എണ്ണം ചേർത്ത് വെച്ചാലോ? ഒരു വട്ടം വരച്ച് 6 സമഭാഗങ്ങൾ അടയാളപ്പെടുത്തി ഓരോ ഭാഗത്തിന് നിറം കൊടുക്കുക. അപ്പം ഇവിടെ 2 ഭാഗത്തിന് നിറം കൊടുത്തതുകൊണ്ട് 2/6. പിന്നെ ഇവിടെ ഒരു വട്ടത്തെ തന്നെ 3ആയിട്ട് തിരിച്ചിട്ട് ഒരു ഭാഗത്തിന് കളർ കൊടുത്തത് 1/3. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് ഒരുമിച്ച് എഴുതിയാലോ? 1/6 പ്ലസ് 1/6 ഈക്വൽ ടു 6ൽ 2 ഈക്വൽ ടു 3ൽ 1. Suppose we join together to 8 equal pieces of a circle. What a fraction of circle do we get? ഇനി വട്ടത്തെ 8 സമഭാഗങ്ങളാക്കിൽ 2 എണ്ണം ചേർത്ത് വെച്ചാൽ ആകെ എത്ര ഭാഗം എന്ന് മനക്കണക്കാക്കി പറയും? 2/8. 8 സമഭാഗങ്ങളിൽ 2 എണ്ണം എടുത്താൽ 8ൽ 2 മാത്രമല്ല. So then 2 part of 8 equal part means 2/8. Also 2/8 is equal to 1/4. 1 into 2, 4 into 2 equal to 1/4. Then 1/8 plus 1/8 equal to 2/8 equal to 1/4. We can also see this by drawing a circle and coloring. ചിത്രം വരച്ച് നിറം കൊടുത്ത് ഇതും കാണാം. വട്ടത്തിൽ 8ൽ 1 ഭാഗവും 8ൽ 3 ഭാഗവും ചേർത്ത് വെച്ചാൽ എത്ര ഭാഗമാകും? 8 സമഭാഗങ്ങളിൽ 1 + 3 = 4 ഭാഗങ്ങളിൽ ആകെ എടുത്തിരിക്കുന്നത് 8ൽ 4. ഇതിൽ ഛേദവും അംശവും ചെറുതാക്കാമല്ലോ.
1/8 plus 3/8 equal to 4/8. This is equal to 1/2. Then draw a picture of this sum using the part of a circle. Take a long ribbon and divide it into 9 equal parts. ഒരു നീളമുള്ള നാടി എടുത്ത് അതിൽ 9 സമഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഇതിൽ 2 ഭാഗങ്ങൾക്ക് നിറം കൊടുക്കുക. ഇനി 4 ഭാഗങ്ങൾ കൂടി നിറം കൊടുക്കുക. അപ്പോൾ 2 + 4 = 6. 6 എണ്ണത്തിന് നിറമായി. ഇനി this can be put in this way. First we colored 2/9 and off the ribbon, and then 4/9, and then it is 6/9 of the ribbon in all. We can write this as a sum of fractions ആയിട്ട് എഴുതും. എങ്ങനെ എഴുതും? 2/9 plus 4/9 equal to 6/9. Then we can reduce ഈ 6/9 നമുക്ക് reduce ചെയ്യുമ്പോൾ എങ്ങനെ എഴുതും? Then to lowest term 6/9 is equal to 2 into 3 and 3 into 3, then is equal to 2/3. That is 2/9 plus 4/9 equal to 6/9, then is equal to 2/3. In each picture below, write the different color part and total colored parts as a fraction. Also, write the sum of the fractions got from the picture in the lowest term. ചുവടെയുള്ള ഓരോ ചിത്രത്തിലും വ്യത്യസ്ത നിറം കൊടുത്ത ഭാഗങ്ങളുടെ ആകെ നിറം കൊടുത്തിരിക്കുന്ന ഭാഗവും ഭിന്നസംഖ്യയായി എഴുതുക. ഓരോ ചിത്രത്തിൽ നിന്നും കിട്ടുന്ന ഭിന്നസംഖ്യകളുടെ തുക ലഘുരൂപത്തിൽ എഴുതുക. ഫസ്റ്റ് ഫിഗറിൽ ഒരു സർക്കിളിനെ 8 പാർട്സ് ആക്കിയാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ 3 പാർട്സ് ബ്ലൂ കളറാണ്. അപ്പം ബ്ലൂ കളറിൻ്റെ അടുത്ത് എത്ര പാർട്സ് ആണ്? 3/8. ഗ്രീൻ കളറിൻ്റെ അടുത്ത് 1/8. ദെൻ ടോട്ടൽ 1/8 പ്ലസ് 3/8, ടോട്ടൽ 4/8. 4/8 നമുക്ക് എഴുതാം 2/4 എന്ന് എഴുതാം അല്ലേ? 1/2 എന്നും എഴുതാം. നെക്സ്റ്റ് ഫിഗറിൽ എന്താ ഒരു നീളത്തുള്ള ലൈനെ കുറച്ച് ചെറിയ സ്ക്വയേഴ്സ് ആക്കിയിരിക്കുന്നത്. അതിനകത്ത് ടോട്ടൽ 10 കളങ്ങളുണ്ട്. ആ 10 കളത്തിൽ ഒരെണ്ണമാണ് മഞ്ഞ. അപ്പോൾ 1/10. റെഡ് ഉള്ളത് 3 കളങ്ങളിൽ, അപ്പം 3/10. ദെൻ ടോട്ടൽ 1/10 പ്ലസ് 3/10 ഈക്വൽ ടു 4/10. അപ്പോൾ 4/10 ഏത് രീതിക്ക് എഴുതാം? 2/5 എന്ന ചെറിയ ഫോമിൽ എഴുതാം അല്ലേ? നെക്സ്റ്റ് ഫിഗറിൽ ഒരു സർക്കിളിനെ തന്നെ മൂന്നാമത് പറഞ്ഞ സർക്കിളിനെ 8 ഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. ആ 8 ഭാഗത്തെ രണ്ടും 2 കളർ കൊടുത്ത് രണ്ടും 3/8 വീതമാണ്. അപ്പോൾ ടോട്ടൽ 3/8 പ്ലസ് 3/8 ഈക്വൽ ടു 6/8. അതിന് ചെറിയ ഫോം എഴുതുമ്പോഴത്തേക്ക് 3/8 എന്ന് എഴുതാം. നെക്സ്റ്റ് ഒരു സ്ക്വയറിനെ ചെറിയ ചെറിയ സ്ക്വയറുകളാക്കിയിരിക്കുന്നതാണ്. അതിൽ ടോട്ടൽ 16 കളങ്ങളുണ്ട്. 16 കളങ്ങളിൽ 7 കളങ്ങളാണ് പച്ച കളർ, അപ്പോൾ 7/60. ദെൻ അടുത്തത് 5 കളങ്ങളിലാണ് മഞ്ഞ കളർ, 5/16. അപ്പോൾ ഇതിന് ഏത് ഫോമിൽ എഴുതും? 5/16 പ്ലസ് 7/16. ടോട്ടൽ ബിക്കം 12/16. 12/16 ചെറിയ ഫോമിലങ്ങ് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു 3/4. നെക്സ്റ്റ് ടോപ്പിക് അഡീഷൻ ഓഫ് ഫ്രാക്ഷൻ, ഭിന്നസങ്കലനം. അപ്പോൾ ഇതിൽ പഠിക്കുന്നത് നമ്മൾ ഫ്രാക്ഷൻസ് പഠിച്ചു. എന്താ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഉള്ളത് ഫ്രാക്ഷൻ. അപ്പോൾ ഫ്രാക്ഷൻ എങ്ങനെ ആഡ് ചെയ്യാം എന്നാണ്. ഇഫ് എ സർക്കിൾ ഡിവൈഡഡ് ഇൻറ്റു 4 equal parts and 2 of the parts are joined together, we get a half circle. ഒരു വട്ടത്തെ 4 സമഭാഗങ്ങളാക്കിയതിൽ അതിൽ 2 കഷ്ണങ്ങൾ ചേർത്ത് വെച്ചാൽ പകുതി വട്ടം കിട്ടും. ഒരു കഷ്ണം കൂടെ കൂട്ടിയാലോ 3/4 കിട്ടും അല്ലേ? ദെൻ 1/2 പ്ലസ് 1/4 ഈക്വൽ ടു 3/4. അപ്പം നമ്മൾ ഫ്രാക്ഷൻസ് കൂട്ടുമ്പോൾ അത് സിമ്പിൾ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ജസ്റ്റ് ആഡ് ചെയ്ത് എഴുതി വെക്കുക. നെക്സ്റ്റ് ഇവിടെ വേറൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. നൗ ലുക്ക് അറ്റ് ദിസ് ഫിഗർ. എ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 6 equal parts. 2 parts are colored yellow and another 2 parts are colored red. All together ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുമ്പോൾ ടോട്ടൽ 3 വരും. The parts are colored, we can write this 3/6. 2/6 plus 1/6 equal to 3/6. In this we can reduce the fraction of the lowest terms. അപ്പോൾ 2/6 equal to 1/3 എന്ന് എഴുതാം. അപ്പം 3/6 equal to 1/2. അപ്പം 1/3 plus 1/6 equal to 1/2. What sum of fraction do we get from this figure? 3/6 plus 1/6 equal to 4/6.
ഇഫ് യു റിഡ്യൂസ് ഫ്രാക്ഷൻസ് 3/6 എങ്ങനെ എഴുതാം? 1/2 എന്നും 4/6 എങ്ങനെ എഴുതാം? 2/3 എന്നും എഴുതാം. 1/2 plus 1/6 equal to 2/3. What if the picture is like this? 3/6 plus 2/6 equal to 5/6. Then 3/6 and 2/6. 1/2 plus 1/3 equal to 5/6. Now let's think about that. What fraction of a circle we get joined together 1/4 and 3/8 of a without drawing a picture? അപ്പോൾ ഇത്ര നേരം നമ്മൾ പിക്ചർ വരച്ചാണ് ആഡ് ചെയ്യുന്നത് എങ്ങനെ അത് കണ്ടുപിടിച്ച്, കാരണം എത്ര കളർ ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ആഡ് ചെയ്യാതെ എങ്ങനെ കണ്ടുപിടിക്കും? പിക്ചർ വരയ്ക്കാതെ എങ്ങനെ കണ്ടുപിടിക്കും ആഡ് ചെയ്ത്? ഇഫ് ദ പീസ് ഓൾ ആർ ഓഫ് ദി സെയിം സൈസ്, ഇഫ് വി ഈസിലി ആഡ് അപ്പ്, how about seeing the 1/4 of a circle as 2 1/8 as joined together? 3/8 is 3 such pieces joined together, and so all together 2/3. 2 plus 3 equal to 5. Parts of the 8 equal parts equal to 5/8. And then 1/4 plus 3/8 equal to 2/8 plus 3/8 equal to 5/8. Let us using pictures. Another problem, a ribbon is length of 3/10 meter and ribbon of length 2/5 meter are joined end to end. What is if the total length? 3 മീറ്റർ നീളമുള്ള ഒരു നാടയും 2 മീറ്റർ നീളമുള്ള മറ്റൊരു നാടയുടെയും അറ്റം ചേർത്ത് പിടിച്ചാൽ ആകെ എത്ര മീറ്റർ വരും? 3 മീറ്ററിനെ 1 മീറ്ററിൻ്റെ 10 സമഭാഗങ്ങളുടെ 3 എണ്ണവും 2 1 മീറ്ററിൻ്റെ 5 സമഭാഗങ്ങളിൽ 2 എണ്ണം എന്നും എടുത്താൽ ഈ ഭാഗങ്ങളെല്ലാം ഒരു പാലിയല്ല. ആൻഡ് വി ക്യാൻ ഓൾസോ തിങ്ക് ഓഫ് 2/5 meter 4 part of 10 equal part of a meter. All together 4 plus 3 equal to 7, and that is 7/5. 3/10 plus 2/5 equal to 3/10 plus 4/10 equal to 7/10. What if 1/2 meter and 2/5 meter are joined together? We can take 2/5 meter as a 4 part of 10 equal part of a meter. What about 1/2 meter? 5 parts out of 10 equal parts of a meter like 1/2 meter. So 4 plus 5 equal to 9 base of all. Then that is 9/10 of meter. Then 1/2 plus 2/5 equal to 5/10. Then plus 4/10 equal to 9/10. What common method do we see in all of this? 5/2 മീറ്ററിനെ 1 മീറ്ററിൻ്റെ 10 സമഭാഗങ്ങളിൽ 4 എണ്ണം എന്നും എടുക്കാമല്ലോ. ദെൻ അപ്പോൾ ആകെ ഇത്തരം 4 plus 3 equal to 7 സമഭാഗങ്ങളായി. അതായത് 10 7 മീറ്ററിനെ 10 3 പ്ലസ് 5 2 ഈക്വൽ ടു 10 3 പ്ലസ് 10 4 ഈക്വൽ ടു 7/10. 1/2 മീറ്ററും 5/2 മീറ്ററുമാണ് ചേർത്ത് വയ്ക്കുന്നെങ്കിലോ 5/2 മീറ്ററിന് 1 മീറ്ററിൻ്റെ 10 സമഭാഗങ്ങളിൽ 4 എണ്ണം എന്ന് എഴുതാം. 1/2 മീറ്ററിനെയോ 1 മീറ്ററിൻ്റെ 10 സമഭാഗങ്ങളിൽ 5 എണ്ണം എന്നെടുത്താൽ 1/2 മീറ്റർ ആകുമല്ലോ. അപ്പോൾ ഇത്തരം ഭാഗങ്ങളിൽ ആകെ 4 plus 5 equal to 9, അതായത് 9/10 മീറ്റർ. ദെൻ സോ ഹൗ ഡു വി കമ്പ്യൂട്ട് 1/3 plus 2/5? ഫസ്റ്റ് പുട്ട് ദം ഇൻ ഫോംസ് വിത്ത് സെയിം ഡിനോമിനേറ്റേഴ്സ്. അപ്പം നമ്മൾ ആദ്യം 2 എണ്ണത്തിൻ്റെയും ഒരേ ഛേദരൂപത്തിലാക്കണം. ഇൻ ദ different forms of 1/3 the denominator are all multiples of 3. അപ്പം ഇവിടെ 1/3 എന്ന് പറയുന്നത് വിവിധ രൂപങ്ങളിലെല്ലാം എന്താണ് 3ന്റെ ഗുണിതങ്ങളാണ്. ദെൻ 2/5 in different forms of 2/5 the denominator are the multiples of 5. അപ്പോൾ പല രൂപത്തിലുള്ള 5 2 എന്നത് 5ന്റെ ഗുണിതങ്ങളാണ്. ദെൻ സോ the same denominator we want should be multiple of 3 and 5. For we need only take 3 into 5 equal to 50. Then അപ്പോൾ ഒരു ഛേദമാക്കുന്നതിന് 3ന്റെയും 5ന്റെയും ഗുണിതമാക്കണം. Then 3 into 5 equal to 15 എന്നെടുത്താൽ then 1/3 equal to 1 into 5 equal to 5 and 3 into 5 equal to 15.
and then 2 by 5 equal to 2 into 3 equal to 6 and 3 into 5 into 3 equal to 15. And now we can find the sum 1 by 30 plus 2 by 5 equal to 5 by 15 plus 6 by 15 equal to 11 by 15. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കിയതിന് ശേഷം സാധാ പോലെ ആഡ് ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക് സം മോർ സംസ്, മറ്റു ചില കൂട്ടലുകൾ. എ ജാർ കണ്ടെയ്ൻ 3/4 of liter milk. Half liter milk is poured into it. How much milk does it contain? ഒരു പാത്രത്തിൽ 3/4 ലിറ്റർ പാലുണ്ട്. അതിൽ 1/2 ലിറ്റർ പാൽ കൂടി ഒഴിച്ചാൽ ആകെ എത്ര ലിറ്റർ ആയി? Suppose the half liter is poured separately, a 1/4 liter at a time. When the first quarter of a liter is poured in, the jar contains 1 liter. When another quarter of a liter is poured in it, containing 1.25 liters. 1/2 ലിറ്റർ ഒഴിച്ചത് 1/4 ലിറ്റർ വീതം 2 തവണയായിട്ടാണെന്ന് കരുതുക. ആദ്യത്തെ 1/4 ലിറ്റർ ഒഴിച്ചപ്പോൾ 1 ലിറ്ററായി. വീണ്ടും 1/4 ലിറ്റർ ഒഴിച്ചപ്പോൾ 1.25 ലിറ്റർ. ഹൗ അബൌട്ട് റൈറ്റിംഗ് ആസ് എ സം ഓഫ് ഫ്രാക്ഷൻ? ഇത് ഭിന്നസംഖ്യകളുടെ തുകയായിട്ട് എഴുതുന്നത് എങ്ങനെയാ? ആദ്യം നമ്മൾ 1/4 ഒഴിച്ചു, 3/4 പ്ലസ് ഹാഫ് 1/2 ഈക്വൽ ടു എത്ര വരുന്നു? 3/4 പ്ലസ് 1/2 നമ്മൾ 2 തവണ 1/4 വീതം ഒഴിച്ചു അര ഭാഗത്തെ. അപ്പൊ 3/4 പ്ലസ് 1/4 പ്ലസ് 1/4 ഈക്വൽ ടു 1 പ്ലസ് 1/4 ഈക്വൽ ടു 1 into 1/4. വാട്ട് ഇഫ് വി ഡു ദിസ് ബൈ മേക്കിംഗ് ഡിനോമിനേറ്റർ സെയിം ആസ് ബിഫോർ? നേരത്തെ ഛേദം തുല്യമാക്കി കൂട്ടിയതുപോലെ ഇത് ചെയ്തല്ലോ. 5/4 is another form of 1 into 1/4. 4/5 എന്നത് 1 into 4/1 മറ്റൊരു രൂപമാണ് എന്ന് നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ കൂട്ടിയാലും ശരിയാണ്. Suppose 3/4 of a liter is added 3/4 of a liter itself. 3/4 and a quarter make 1. Remaining and add it into half. 1.5 in all. 3/4 ലിറ്ററിന്റെ കൂടെ 3/4 ലിറ്റർ തന്നെ ചേർത്താലോ? 3/4 1/4 1. ഇനി ചേർക്കേണ്ടത് അര, ആകെ 1.5 ലിറ്റർ. Then 3/4 plus 3/4 equal to 3/4 plus 1/4 plus 1/2. Then 1 plus 1/2. Then 1 into 1/2. Draw the two circle of a same size. Color half of a first circle and 2/3 of the second circle. ഒരേ വലുപ്പത്തിലുള്ള 2 വട്ടങ്ങൾ വരച്ച് ഒന്നിന്റെ പകുതിയും മറ്റൊന്നിന്റെ മുൻപിൽ 2 ഭാഗവും നിറം കൊടുക്കുക. If the colored part are cut out and just together, it make more and full circle is not. ഒരേ വലിപ്പത്തിലുള്ള 2 വട്ടങ്ങളിൽ നിറം കൊടുത്ത ഭാഗങ്ങൾ മുറിച്ചെടുത്ത് ചേർത്ത് വെച്ചാലോ? ഒരു വട്ടത്തിനേക്കാൾ കൂടുതലില്ലേ? സപ്പോസ് വി കട്ട് ദം ലൈക്ക് ദിസ്. ഇങ്ങനെ മുറിച്ചാലോ? We can the joining pieces to make a full circle and a piece left over like this. കഷ്ടങ്ങൾ ചേർത്ത് വെച്ച് ഒരു മുഴുവൻ വട്ടവും ബാക്കി ഒരു ഭാഗവും കിട്ടുമല്ലോ. ലെറ്റ്സ് റൈറ്റ് ദ മാത്ത്. ഇനി ഇതിനെ കണക്കായിട്ട് എഴുതിയാലോ? അപ്പം 1/2 പ്ലസ് 3/2 ഈക്വൽ ടു എത്ര വരും? 6/3/6 പ്ലസ് 4/6 ഈക്വൽ ടു 7/6. ദെൻ ഈക്വൽ ടു 7/6 എഴുതാം 1 into 1/6. Another problem. Anup and his father went to buy a cloth for shirt. 1.5 meter of Anup and 2.25 meter of his father. What is the total length of a cloth they should buy? We can calculate this. 1 and 2 make 3 and 1/2 make 3 and 4. 3 and 3/4 in all. അനൂപിനും അച്ഛനും ഷർട്ടിന് തുണി വാങ്ങണം. അനൂപിന് 1.5 മീറ്ററും അച്ഛന് 2.25 മീറ്ററും. ഒരേ ഇനം തുണി വാങ്ങുകയാണെങ്കിൽ ആകെ എത്ര മീറ്റർ വാങ്ങണം? 1 2 3 അരയും 4 3/4 ആകെ 3.25 മീറ്റർ എന്ന് കണക്ക് കൂട്ടിയാൽ അതായത് then 1 into 1/2 plus 2 into 1/4. അപ്പം ഇതിനെങ്ങനെ ആഡ് ചെയ്യും?
this is equal to 1 plus 1 by 2 plus 2 plus 1 by 4 equal to then 1 plus 2. ആദ്യം നമ്മുടെ നേരെയുള്ള രണ്ട് ഫ്രാക്ഷനുകൾ നോർമൽ നമ്പേഴ്സ് രണ്ടും ആഡ് ചെയ്യുക. 1 plus 2 plus 1 by 2 plus 1 by 4 equal to 3 plus 3 by 4. 3 plus 3 by 4 then equal to 3 plus 3 by 4. There is another way. 1 into 1 by 2 equal to 3 by 2. ഈ ഒരു ഫ്രാക്ഷനെ ഒരു സിമ്പിൾ ഫോമിലോട്ട് മാറ്റുക. ഡിനോമിനേറ്ററിനെ ആ നോർമൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് ചെയ്ത് ന്യൂമറേറ്ററിൽ എഴുതുക. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ 3 by 2 9 by 4 ലഭിക്കും. അപ്പോൾ ദെൻ ഈക്വൽ ടു സോ 1 into 1 by 2 plus 2 into 1 by 4 equal to ഇങ്ങനെ വന്നു 3 by 2 plus 9 by 4 equal to 15 by 4. Then 3 into 4 plus 3 divided by 4. 3 plus 3 by 4 and 3 by 4. How can we subtract? കുറയ്ക്കുന്നത് എങ്ങനെ? അപ്പം നമ്മൾ കുറച്ചുമ്പോൾ ഫ്രാക്ഷൻ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഫ്രാക്ഷൻ നമുക്ക് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 3/4 of a meter means half of a meter and quarter of a meter together. Removing quarter of a meter from it leaves half a meter. We can write this like 3/4 മീറ്റർ എന്നത് അര മീറ്ററും 1/4 മീറ്റർ ചേർന്നതാണല്ലോ. അതിൽ നിന്ന് 1/4 മീറ്റർ മാറ്റിയാൽ ബാക്കി അര മീറ്റർ. ഇതിനെ എങ്ങനെ എഴുതാം? 3/4 minus 1/4 equal to 1/2. Then we can do this subtraction in this another way as in the case of addition. ഭിന്ന സംഖ്യകൾ കൂട്ടിയതുപോലെ തന്നെ കുറയ്ക്കലും ചെയ്യാം. 3/4 minus 1/4 equal to 3 minus 1/4. Then 2/4 equal to 1/2. If half a meter cut off from 3/4 of a meter, what remaining quarter of a meter? 3/4 മീറ്റർ കമ്പിയിൽ നിന്നും അര മീറ്റർ മുറിച്ചു മാറ്റിയാൽ മിച്ചം 1/4 മീറ്റർ. Then 3/2 minus 1/2 equal to 1/4. As in the case of addition, we can do this by making denominators same. തുകകളുടെ കാര്യത്തിൽ എന്ന പോലെ ഇതും ഛേദം തുല്യമാക്കിയാൽ ചെയ്യാം. What if 1/3 of a meter cut off from half meter? We must find out 1/2 minus 1/3. Let us make the denominator same. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് അഡീഷൻ്റെ അത് ചെയ്ത പോലെ തന്നെ ഡിനോമിനേറ്റേഴ്സിനെ സെയിം ആക്കണം. 1/2 minus 1/3 equal to 3/6 minus 2/6 equal to 3 minus 2/6 equal to 1/6. That is what remains 1/6 meter. Then next problem. From 1 liter milk, quarter of a milk is used. How much is left? 1 liter is quarter and 3/4. So what is left 3/4 of a liter? How do we write this? 1 ലിറ്റർ പാലിൽ നിന്നും 1/4 ലിറ്റർ പാൽ എടുത്തു മാറ്റി ബാക്കി എത്ര ലിറ്റർ ഉണ്ട്? 1/4ഉം 3/4ഉം ചേർന്നാണല്ലോ 1. അപ്പോൾ ബാക്കി 3/4 ലിറ്റർ. ഇതിനെ എങ്ങനെ എഴുതാം? 1 into 1 minus 1/4 equal to 1/4 plus 3/4 equal minus 1/4 equal to 3/4. We can also do it like this. 1 minus 1/4 equal to 4/4 minus 1/4 equal to 4 minus 1/4 equal to 3/4. Then look at this picture. How many parts are colored? How many parts remaining is colored? വട്ടത്തിന് എത്ര ഭാഗത്തിന് നിറം കൊടുത്തു? ഇനി എത്ര ഭാഗത്തിന് കൂടി നിറം കൊടുക്കാനുണ്ട്? We can write this as 1 minus 5/8 equal to 3/8. We can compute it like this. 1 minus 5/8 equal to 8/8 minus 5/8. Then 8 minus 5/8 is equal to 3/5. 3/8. നിറം കൊടുക്കാനുള്ള ഭാഗത്തിന്റെ കണക്ക് 1 minus 5/8 equal to 3/8 and then 1 minus 5/8 equal to 8/8 minus 5/8 equal to 8 minus 5/8 is equal to 3/8.
ഈ ഒരു ചാപ്റ്റർ തീർന്നിരിക്കുകയാണ് ഇവിടെ. ഇതിനു മുമ്പുള്ള എല്ലാ ചാപ്റ്ററിൻ്റെയും വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെല്ലാം പോയി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.